ഹായ്. സർവ ഏവ പ്രമേഹാസ്തു കാലേന പ്രതികാരിണ മധുമേഹത്വമായാന്തി തദസാധ്യ ഭവന്തി. ഈ ഒരു കോട്ട് ധന്വന്തരി ഭഗവാൻ ഉപദേശിച്ച പ്രകാരം സുശ്രുത മഹർഷി പ്രമേഹ നിദാനം, അതായത് പ്രമേഹത്തെപ്പറ്റി പറയുമ്പോൾ, അതിൻ്റെ ചികിത്സയെപ്പറ്റി പറയുമ്പോൾ പറയുന്ന ഒരു കോട്ടാണ്. ഇതിൻ്റെ മീനിങ്: ഏതൊരു പ്രമേഹവും ചികിത്സിക്കാതെ ഉപേക്ഷ ചെയ്താൽ അത് മധുമേഹമായി തീരുകയും അത് അസാധ്യമായി മാറുകയും ചെയ്യും. അതായത് ആയുർവേദത്തിൽ പ്രധാനമായിട്ടും വാതപ്രമേഹം, പിത്തപ്രമേഹം, കഫപ്രമേഹം എന്നിങ്ങനെ 3 തരം പ്രമേഹവും ഇതിൻ്റെ ഉപവിഭാഗങ്ങളായിട്ട് 20ഓളം തരം പ്രമേഹവും പറയുന്നുണ്ട്. അതുപോലെ ഏതൊരസുഖത്തിൻ്റെയും മുൻ ലക്ഷണങ്ങളായ പൂർവ്വരൂപങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. പ്രമേഹ ചികിത്സയിലാണെങ്കിൽ പ്രമേഹം വരുന്നതിന് മുമ്പ് കാണിക്കുന്ന പ്രമേഹ പൂർവ്വരൂപങ്ങളെ പറ്റി വിശദമായി പറയുന്നുണ്ട്. അതിന് നമ്മൾ പ്രീ ഡയബറ്റിക് സിംറ്റംസ് എന്ന് പറയും. അപ്പോൾ ആ ഒരവസ്ഥയിലൊന്നും ചികിത്സ ചെയ്യാതെ നമ്മൾ ഉപേക്ഷ ചെയ്താൽ അത് മധുമേഹമായി മാറുകയും, അതായത് പ്രമേഹം സിവിയറായിട്ട് മാറുകയും അത് അസാധ്യമായി തീരുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് പണ്ട് പുരാതന കാലത്തിൽ എഴുതപ്പെട്ട സുശ്രുത സംഹിത, ചരക സംഹിത, അഷ്ടാംഗഹൃദയം പോലുള്ള സംഹിതകളിൽ വിശദമായി പറയുന്നുണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വെച്ചാൽ, പ്രമേഹം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും, മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കും. അതുപോലെ നമ്മൾ സോഷ്യൽ ഗ്യാതറിങ്ങിന് പോയാൽ അവിടെ ഫുഡ് ഉൾപ്പെടെ സെലക്ട് ചെയ്യപ്പെടേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ ഒരു മെൻ്റൽ ടെൻഷനിൽ വരെ എത്തിക്കും. അതുപോലെ നമുക്ക് ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ വേറെ. അങ്ങനെ പ്രമേഹം ഒരു മൾട്ടി ലെവലായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ കൃത്യമായി ചികിത്സ ചെയ്ത് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു ഇമ്പോർട്ടൻസ് പറയാനായിട്ടാണ് ആദ്യം തന്നെ ആചാര്യൻ പറഞ്ഞ ആ ഒരു കോട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളേവരും പ്രമേഹ ചികിത്സയുടെ പ്രാധാന്യം മനസ്സിലാക്കുക. പ്രമേഹ പൂർവ്വരൂപങ്ങൾ, അതായത് പ്രീ ഡയബറ്റിക് സിംറ്റംസ് കാണുമ്പോഴേ അത് റിവേഴ്സ് ചെയ്യാനായിട്ടും നിങ്ങളുടെ ജീവിതശൈലി മാറ്റാനായിട്ടും ആഹാര രീതി മാറ്റാനായിട്ടും ഉറക്കം ശ്രദ്ധിക്കാനായിട്ടും ശ്രദ്ധിക്കുക. താങ്ക് യു.